So hello gamers, welcome back to the world of gaming. It's me Strange here. So guys, നമ്മൾ കഴിഞ്ഞ ദിവസം ഗ്രാനിയുടെ ഫസ്റ്റ് പാർട്ടിന്റെ ഗെയിം പ്ലേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ലാസ്റ്റ് മൂമെന്റ് ആയപ്പോഴേക്കും നമ്മളെ ഗ്രാനി അമ്മച്ച് നമ്മളെ വന്ന് പിടിച്ചു. സോ ഗൈസ്, ഇന്ന് നമ്മൾ ഉറപ്പായിട്ടും ഗ്രാനിയുടെ ഹൗസിൽ നിന്ന് എസ്കേപ്പ് ആവും. നമ്മൾ ഒന്നുകൂടെ അത് ട്രൈ ചെയ്യാനായിട്ട് പോവാണ്. സോ ഗെയിം പ്ലേയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗെയിം പ്ലേ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഒട്ടും വൈകുന്നില്ല, ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, ഡേ 1 ആണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കളിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം നമ്മൾ എക്സ്ട്രാ ലോക്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗെയിം പ്ലേ കുറച്ചുകൂടെ ഫൺ ആക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് എക്സ്ട്രാ കീസ് കണ്ടുപിടിക്കണം. സോ ഇപ്രാവശ്യം എന്താണേലും നമുക്ക് ഗ്രാനിയുടെ ഹൗസിൽ നിന്ന് എസ്കേപ്പ് ആവണം ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഗ്രാനി അമ്മച്ചു പിടിച്ചായിരുന്നു. സോ ഇപ്രാവശ്യം നമുക്ക് ഗ്രാനിയുടെ ഹൗസിൽ നിന്ന് എസ്കേപ്പ് ആവണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തതുപോലെ തന്നെ ഓരോ ഒബ്ജക്ട്സ് കളക്ട് ചെയ്തിട്ട് നമുക്കൊരു പോർഷനിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാം എല്ലാം കൂടെ. അതിനുശേഷം നമുക്ക് അവിടുന്ന് യൂസ് അനുസരിച്ച് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. നമ്മുടെ ഗ്രാനി അമ്മച്ചി ഡോറൊക്കെ തുറക്കണം, ഒച്ച കേൾക്കുന്നുണ്ട്. എവിടെയാണെന്ന് നമുക്കറിയാം. സോ ഇപ്രാവശ്യം നമ്മൾ എക്സ്ട്രാ ലോക്സ് ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എക്സ്ട്രാ കീസ് കണ്ടുപിടിക്കാനുണ്ട്. ഇച്ചിരി ടാസ്ക് ആണ്, പക്ഷേ ഗെയിം പ്ലേ കുറച്ചുകൂടെ ഫൺ ആയിരിക്കും. സോ നമുക്ക് എന്തൊക്കെ കളക്ട് ചെയ്യാനുണ്ട്? ഗ്രാനി വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റോറേജ് സ്പേസ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തന്നെയാണ് സ്റ്റോർ ചെയ്തത്. സോ ഇപ്രാവശ്യം നമ്മൾ ഇവിടെ തന്നെ സ്റ്റോർ ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങോട്ട് ഇപ്പം തൽക്കാലം പോകുന്നില്ല, കാരണം അങ്ങോട്ട് പോകണമെങ്കിൽ കുറച്ച് എലമെൻറ്റ്സ് കളക്ട് ചെയ്യണം. ഓക്കെ, ഇതെന്താണ്? ബാറ്ററിയാണ്. ഓക്കെ, സ്പാർക്ക് പ്ലഗ് ഉണ്ട്. നമ്മുടെ ഗ്രാനി അമ്മച്ചി അവിടെ ഇവിടെ എല്ലാം കൊണ്ട് ബിയർ ട്രാപ്പ് വെക്കുന്നതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാം. തള്ളക്ക് ഒരു പണിയില്ല, എല്ലായിടത്തും നമ്മളെ പണിയാൻ വേണ്ടിയിട്ട് ബിയർ ട്രാപ്പ് സെറ്റ് ചെയ്യാണ്. സോ നമ്മൾ ബിയർ ട്രാപ്പിനകത്ത് വീഴാതെ വേണം നോക്കാനായിട്ട്. ഓക്കെ, ബാക്കി എലമെൻറ്റ്സ് കളക്ട് ചെയ്യാം. നമുക്കിതിൻ്റെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഷോട്ട് ഗണ്ണ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഷോട്ട് ഗണ്ണ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഗ്രാനിയെ കുറച്ച് നേരത്തേക്ക് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ എന്തോ ഒരു ലെറ്റർ ഉണ്ട്. ദിസ് ഈസ് മൈ 5th ഡേ ഇൻ ദിസ് ഹൗസ്. ഓക്കെ, ഇതിന് മുന്നേ ഗ്രാനി ഹൗസിൽ വന്ന് പെട്ടിട്ടുള്ള ഒരാളുടെ ലെറ്ററാണത്. ഐ എം റിയലി സോറി ഫോർ യു ബ്രോ. സോ പുള്ളിക്കൂടെ കൂട്ടിയുള്ള റിവെഞ്ച് നമുക്ക് തീർക്കാം ഡേയ്സ്. ഓക്കെ, നമ്മൾ പുറത്ത് വന്നിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയാണുള്ളത്? ഓക്കെ, അവിടെ സ്ക്രൂ ഡ്രൈവറാണ് ആവശ്യമുള്ളത്. പിന്നെ പ്ലേ ഹൗസാണിത്. പ്ലേ ഹൗസ് കീ ആവശ്യമാണ്. ഇത് മറ്റേ തേങ്ങ പൊതിക്കണ സാധനമാണ്. അപ്പോൾ തേങ്ങ എവിടുന്നേലും കണ്ടുപിടിക്കണം. ആൻഡ് ഓൾസോ ഈ കിണറിനകത്ത് എന്തെങ്കിലും കാണും. ഓക്കെ, തള്ള വരുന്നുണ്ട്. നമുക്ക് പതിയെ ഇവിടുന്ന് എസ്കേപ്പ് ആവും. നമുക്ക് ആവശ്യമുള്ള എലമെൻറ്റ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് പതിയെ വരാം അങ്ങോട്ട്. ഓക്കെ, സോ ഗ്യാസോലിൻ ഇവിടെ ഇരിപ്പുണ്ട്. ഗ്യാസോലിൻ നമുക്ക് കളക്ട് ചെയ്ത് മറ്റേ ബാക്കിയുള്ളതിൻ്റെ കൂടെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഓക്കെ, ഗ്യാസോലിൻ അവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് മേളിലോട്ട് പോകാം. ബാക്കി എന്തൊക്കെ ഐറ്റംസ് കളക്ട് ചെയ്യാനുണ്ടെന്ന് നോക്കാം. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ ഓക്കെ, ഒന്നുമില്ല. ഓക്കെ ഓക്കെ, ഇവിടെ നമ്മൾ ടോപ്പിൽ, അതായത് നമ്മളെ ട്രാപ്പ് ചെയ്തിടുന്ന ഒരു റൂം ഉണ്ടല്ലോ നമ്മൾ ഗെയിം തുടങ്ങുമ്പോൾ,
അവിടെ ഒരു ബൗള് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ആ ബൗള് ഇവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. ആൻഡ് ഇതിനകത്ത് എന്താണ്? ഓക്കെ, ഇതിനകത്തൊരു കാക്കയുണ്ട്, അതുപോലെ തന്നെ ഒരു റിമോട്ട് കൺട്രോളാണ്. ഓക്കെ, റിമോട്ട് കൺട്രോൾ ഉണ്ട്. പക്ഷെ നമുക്ക് ആ കാക്കേനെ കൊല്ലാതെ റിമോട്ട് കൺട്രോൾ എടുക്കാൻ പറ്റും. നമ്മൾ അറ്റാക്ക് ചെയ്യും. സോ എല്ലാത്തിൻ്റെ ബേസിക്സ് ഷോട്ട് ഗണ്ണാണ്. ഓക്കെ, ഷോട്ട് ഗണ്ണാണ് കണ്ടുപിടിക്കുന്നത് നമ്മളിപ്പോൾ. തള്ള എവിടെ വന്ന് നിൽപ്പുണ്ട് ഗൈസ്? നോർമൽ മോഡിൽ തന്നെ ഗ്രാനിക്ക് നല്ല സ്പീഡാണ്. അപ്പം നമ്മൾ മറ്റേ എക്സ്ട്രീം ലെവലിലൊക്കെ ഇട്ട് കളിച്ചാൽ നിങ്ങളൊന്ന് ആലോചിക്കുക ഗൈസ്. ഗ്രാനിയമ്മച്ച് കയറി പോയിട്ട് വേണം നമുക്ക് ബാക്കി സാധനങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊരു ഡേഞ്ചർ സോണാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എസ്കേപ്പ് ആവാന്നുള്ളത് ഇച്ചിരി പണിയാണ്. കാരണം നമ്മൾ താഴെ അണ്ടർ വാട്ടറിലോട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള സൗണ്ടാണ് വാട്ടറിലൂടെ നടക്കുമ്പം. അപ്പം ഗ്രാനി ഇവിടുന്ന് പോവാതെ ഇവിടെ തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും. സോ നമുക്ക് എസ്കേപ്പ് ആവാൻ ഭയങ്കര പണിയാണ്. സോ ഐ തിങ്ക് ഗ്രാനി പോയിട്ടുണ്ട്. ഇവിടെ കൊണ്ടുപോയി നമ്മുടെ ട്രാപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഷോട്ട് ഗണ്ണിൻ്റെ ഒരു പാർട്ട് കാണാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഷോട്ട് ഗണ്ണിൻ്റെ ഒരു പാർട്ട് കിട്ടി. നമുക്കത് നേരെ കളക്ട് ചെയ്ത് താഴെ ഷോട്ട് ഗണ്ണ് ബിൽഡ് ചെയ്യുന്ന അവിടെ കൊണ്ടുപോകാം. ഇത് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. ഷോട്ട് ഗണ്ണ് ബിൽഡ് ചെയ്യുന്ന അവിടെ കൊണ്ടുപോയി നമുക്ക് അസംബിൾ ചെയ്യണം. ഒരു പാർട്ട് താഴെയും കാണാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു പാർട്ടുണ്ട് ഗൈസ്. സോ ഒരെണ്ണം ഇവിടെ വെക്കണം. ഓക്കെ, സെക്കൻഡ് പാർട്ട് എടുക്കണം, ഇവിടെ വെക്കണം. എൻജിൻ പാർട്ട് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ബാറ്ററി വെക്കണം. ഇതിനകത്ത് വല്ലതും ഉണ്ടോ? ഈ ഒച്ച വിട്ടിട്ട് ഇപ്പം ആ തള്ള ഇറങ്ങി വരും. ഇതിനകത്തും ഒന്നുമില്ല. ഓക്കെ, സോ അമ്മച്ചി വന്നിട്ട് നമുക്ക് പോവാം. ഓക്കെ, ഷോട്ട് ഗണ്ണിന്റെ ഒരു പാർട്ട് ഇതിനകത്ത് എവിടെയെങ്കിലും കാണാൻ ചാൻസ് ഉണ്ട്. അമ്മച്ചിക്ക് നല്ല സ്പീഡാണ് കേട്ടോ. നമ്മുടെ തൊട്ട് പുറകെ ഉണ്ട് പുള്ളിക്കാരി. ഈസി മോഡ് ഇട്ട് കളിച്ചാൽ മതി. ഓക്കെ, ഞാൻ ഇമ്മച്ച് പോയി. അപ്പോൾ ഇതോടെ അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷോട്ട് ഗണ്ണ് കംപ്ലീറ്റ് ആവും. ഷോട്ട് ഗണ്ണ് കൊണ്ട് നമുക്ക് ഒത്തിരി യൂസ് ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഗ്രാനി കളിച്ചിട്ടുള്ളവർക്ക് അറിയാം, ഷോട്ട് ഗണ്ണാണ് നമ്മുടെ ഗ്രാനി ഹൊറർ ഗെയിംസ് സീരീസിലെ മെയിൻ സാധനം എന്ന് പറയുന്നത്. സോ ഒന്നാമത്തെ കാര്യം, നമുക്ക് ഗ്രാനിയെ നോക്കൗട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കാക്കേനെ കൊല്ലാം, മേളിലുള്ള കാക്കേനെ കൊല്ലാം. ഒത്തിരി യൂസ് ഉണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗ്രാനിയെ നോക്കൗട്ട് ചെയ്യണം. സോ നമുക്ക് ഗ്രാനിയെ വിളിച്ചു വരുത്താം. എവിടെ അമ്മച്ചി? എവിടെ? അതെ വരുന്നു. അത് പോയി ഗൈസ്. വെറുതെ ഒരു ബുള്ളറ്റ് പോയി. ബുള്ളറ്റ് വളരെ കുറവ്. മാറതല്ലേ ബുള്ളറ്റ്. ഒന്നാമത്തെ കാര്യം വളരെ കുറവാണ്. സോ നമ്മളങ്ങനെ വെറുതെ നശിപ്പിച്ച് കളയാൻ പാടില്ലായിരുന്നു. സാരമില്ല, ഒരു ബുള്ളറ്റ് പോയി. ഇനി സെക്കൻഡ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, അത് നമുക്ക് അടിച്ച് താഴെ ഇടാം. ഓക്കെ, അതും അടിച്ച് താഴെ ഇട്ടു. ഇനി നമുക്ക് ഷോട്ട് ഗണ്ണുകളുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഷോട്ട് ഗണ്ണ് സൂക്ഷിച്ച് വെച്ചാൽ മതി.
നേരെ പോയി കാക്കേനെ കൊല്ലാം. ഓ പണ്ടാരം, ഈ തള്ളേനെ കൊണ്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ കാക്കേനെ കൊല്ലണം. കാക്കേനെ കൊല്ലണമെങ്കിൽ നമുക്ക് മേളിലോട്ട് പോവാം. ഓക്കെ, ഇവിടെ തോക്കിന്റെ ബുള്ളറ്റ്സ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അത് യൂസ്ഫുൾ ആയിരുന്നു. റിമോട്ട് കൺട്രോൾ ആണ് ഇത്, തൽക്കാലത്തേക്ക് ഇവിടെ വെക്കാം. നമുക്ക് നമ്മുടെ ഷോട്ട് ഗണ്ണ് പോയി എടുക്കാം, കാരണം ഷോട്ട് ഗണ്ണ് ലീവ് ചെയ്യാൻ പറ്റത്തില്ല. ഗ്രാനി അമ്മച്ചീനെ തളയ്ക്കാനുള്ള ആകെ ഒരു മാർഗമാണ് ഇതും. പിന്നെ പെപ്പർ സ്പ്രേ ഉണ്ട് ഗൈസ്. പെപ്പർ സ്പ്രേ എനിക്ക് തോന്നുന്നു റിമോട്ട് കൺട്രോൾ വെച്ച് നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഗ്രാനി എണീക്കാൻ സമയമായിട്ടുണ്ട്. എവിടുന്ന് വേണേലും ഇപ്പൊ പുറപ്പെടും. ഓക്കെ, ഇനി നമുക്ക് ഇതുകൊണ്ട് ആക്സസ് ചെയ്യാനുള്ളത് അണ്ടർഗ്രൗണ്ടിലുള്ള ഒരു റൂമാണ്. നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, ഈ അണ്ടർ വാട്ടറിനകത്ത് ഒരു റൂമുണ്ട്. ഈ റൂം നമ്മൾ ഷോട്ട് ഗൺ ഉപയോഗിച്ചാണ് ആക്സസ് ചെയ്യാൻ പോകുന്നത്. അതായത് ആ റെഡ് ഡോട്ട് കണ്ടാ നിങ്ങൾ, അതിലിട്ട് നമ്മൾ കറക്റ്റ് ഷൂട്ട് ചെയ്യണം. ഓക്കെ, ഇത് ഗ്രാനിയെ ഫ്രീസ് ചെയ്യാനുള്ള റൈറ്റ് ആണ് കേട്ടോ. ഫ്രീസ് ആയിട്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ്, അത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ ആ സാധനം. അതായത് ഇത് ഗ്രാനി അവിടെ ഫ്രീസ് ആയിട്ട് അത് അമ്മച്ചി ഒടുങ്ങി പീസായി പോയി കേട്ടാ. ഷേ, അമ്മച്ചി 2 പീസായി പോയി കേട്ടാ അത്. ഓക്കെ, അത് ഭയങ്കര യൂസ്ഫുൾ ആണ് ആ സാധനം. അമ്മച്ചിയുടെ തല പോലും കാണാനില്ല, വല്ലാത്തൊരു മനസ്സ്. സംഭവിച്ചേ അതെങ്ങനെ നമ്മൾ ചത്തേ? ഗ്രാനി മരിച്ചിട്ടില്ലേ? അപ്പോ ഫ്രീസ് ആയിട്ട് ഇന്നാലും നമ്മളെ കൊല്ലാൻ പറ്റൂല്ലേ? ഓ ഓ, അങ്ങനെയൊക്കെയാണോ? പുള്ളിക്കാരി നമ്മൾ വിചാരിച്ച പോലെ അത്ര നിസ്സാരക്കാരി അല്ലല്ലോ അപ്പോ. ഓക്കെ, അമ്മച്ചി അവിടെ ഒടിഞ്ഞു കുറഞ്ഞ് കിടന്നെന്ന് പറഞ്ഞാലും പുള്ളിക്കാരിക്ക് അറ്റാക്ക് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. സോ നമ്മൾ തൊട്ടടുത്തൂടെ പോയി കഴിഞ്ഞാല്, അതായത് നെഞ്ചത്തൂടെയൊക്കെ കയറി പോയി കഴിഞ്ഞാൽ നമ്മളെ പിടിക്കും. സോ നമ്മൾ സൂക്ഷിക്കണം. നമുക്കത് ഇനി യൂസ് ചെയ്യാൻ തോന്നുന്നു, ആ ഫ്രീസ് ചെയ്യണ സാധനം. ഓക്കെ, അത് ഇനി യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്കത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്ത് ഗ്രാനിക്കിട്ട് പണി കൊടുക്കാം. പക്ഷെ നമ്മുടെ ഷോട്ട് ഗൺ എവിടെയായിരുന്നു? ഷോട്ട് ഗൺ നമ്മൾ കണ്ടുപിടിക്കണം അതിന് മുന്നേ. ഓക്കെ ഓക്കെ ഓക്കെ, തള്ള വരുന്നുണ്ട്. അവിടെ കൊണ്ടുപോയി ബിയർ ട്രാപ്പ് അമ്മച്ചിട്ടുണ്ട്. ഇതിനകത്തൊക്കെ എന്തെങ്കിലും കാണും, ചുമ്മാ ഓപ്പൺ ചെയ്യാൻ നോക്കണ്ട. താഴെ ഒരു ബാറ്ററി ഇരിക്കണം നമ്മുടെ കാറിൻ്റെ, അത് നമുക്ക് കളക്ട് ചെയ്യാം. ബട്ട് ബിഫോർ ദാറ്റ് നമ്മൾ ഈ സ്ക്രൂ ഡ്രൈവർ താഴെ ഒരു യൂസ് ഉണ്ട്, നമുക്കതൊന്ന് യൂസ് ചെയ്ത് അതിനകത്ത് വല്ല കീസും ഉണ്ടോ നോക്കാം. അതിനകത്ത് എന്ത് കീ ആണുള്ളത്? ഓക്കെ, പാഡ് ലോക്ക് കീ അതിനകത്തുണ്ട്. ഇനി നമുക്ക് മറ്റേ പ്ലേ ഹൗസിൻ്റെ അവിടെ ഒരു യൂസ് ഉണ്ട്, സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. അവിടെയും കൂടെ പോയി സംഭവം സെറ്റ് ചെയ്യാം. അത് എന്തിനുള്ളതാണെന്നൊന്നും അറിഞ്ഞൂടാ, നമ്മൾ ഓണാക്കി വിട്ടിട്ടുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും യൂസ് കാണുമായിരിക്കും. ഇന്ത്യ തള്ള കയറി പോകുന്നു. സൗണ്ട് ഉണ്ടാക്കാതെ പോവാണെങ്കിൽ പുള്ളിക്കാരിയുടെ കണ്ണിപ്പെടാതെ നമുക്ക് പതിയെ കയറാം. ഓക്കെ,
കണ്ടിട്ടില്ല. സ്ക്രൂ ഡ്രൈവർ. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് യൂസ് ചെയ്യേണ്ട ഐറ്റംസ് റിമോട്ട് കൺട്രോൾ ഉണ്ടല്ലേ. ഓക്കെ, റിമോട്ട് കൺട്രോൾ നമുക്ക് യൂസ് ചെയ്യണം. ഗൈസ്, ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. ഓ, പണി കിട്ടി. അതെന്തോ ഒരു ബഗ് അടിച്ചതാണ്, നമുക്കത് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഡേ 3 ആയി. 3 ആയി കഴിഞ്ഞാൽ നമ്മൾ വളരെ കെയർഫുൾ ആണ്. 2 ഡേയ്സിലാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇതൊന്നും പ്രത്യേകിച്ച് ഇനി ഒന്നുമില്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത ഐറ്റംസ് ഇവിടെ മറന്നു പോയി. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എവിടെ വെച്ചാണ് നമ്മളെ അടിച്ച് താഴെ ഇട്ടത്, എന്തൊക്കെ ഐറ്റംസ് നമ്മൾ കളക്ട് ചെയ്തതെല്ലാം മറന്നു. നമ്മുടെ ഷോട്ട് ഗണ്ണ് ഇവിടെയും കണ്ടല്ലേ കേട്ടോ. ഷോട്ട് ഗണ്ണ് നമുക്ക് ലോഡ് ചെയ്യാം, കാരണം ഗ്രാനി ഒരു തരത്തിൽ സമ്മതിക്കത്തില്ല. പുള്ളിക്കാരിനെ ഷോട്ട് ചെയ്യാതെ വേറെ വഴിയില്ല. ഓ, വലിയ ശല്യം കേട്ടോ, ഒരു രക്ഷയില്ല, പറയാതിരിക്കാൻ. ബുള്ളറ്റൊക്കെ തീർന്നാ? ഓക്കെ, മേളിലൊരു ബുള്ളറ്റ് ഉണ്ട്, മേളിൽ. ഓക്കെ. കിടപ്പുണ്ടാ? ഓക്കെ, കട്ടിംഗ് പ്ലെയർ കിട്ടിയിട്ടുണ്ട്. കട്ടിംഗ് പ്ലെയർ എടുക്കാം. കട്ടിംഗ് പ്ലെയർ കൊണ്ട് ഒത്തിരി യൂസ് ഉണ്ട് കേട്ടോ. വളരെ അടുത്തൂടെ പോകാൻ പറ്റത്തില്ല, നേരത്തെ പോയ പോലെ വല്ലതും പിടിച്ച് കടിക്കും. താഴത്തത് കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം. പെട്ടെന്ന് ചെയ്യാൻ കഴിയും. എന്നാന്ന് വെച്ചാൽ ഗ്രാനിയമ്മ ചെയ്യും പരിപാടി തന്നില്ല. തള്ള മാഞ്ഞു പോയി. തള്ള ഇപ്പം എണീറ്റ് വരും. ഓക്കെ, റിമോട്ട് കൺട്രോൾ യൂസ് ചെയ്യാം. പീസ് ഓഫ് പെയിന്റിങ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതെന്ത് ചെയിൻ കട്ടർ. അപ്പം ചെയിൻ എവിടെയാണ് ഗൈസ് ഉള്ളത്? ഇവിടെ എവിടെയാണ് ചെയിൻ ഉള്ളത്? ഇതിനകത്ത് കണ്ടുപിടിക്കാം. എല്ലാം കളക്ട് ചെയ്തോണ്ട് വരാം. പ്രത്യേകിച്ച് ഈ പെപ്പർ സ്പ്രേ ഭയങ്കര യൂസ്ഫുൾ ആണ്. അത് കാര്യം കുറച്ച് സെക്കൻഡത്തേക്ക് മാത്രമേ ഉള്ളൂ, പക്ഷെ അത് പെട്ടെന്ന് എംറ്റി ആവുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്യുമ്പോഴേ സംഭവം പെട്ടെന്ന് എംറ്റി ആവും. 2 തവണ യൂസ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ ലൈഫ് വേണം. പെപ്പർ സ്പ്രേ അമ്മച്ചി വരുമ്പോൾ ചുമ്മാ ഒന്ന് അടിച്ച് നടത്താം. ഇവിടെ പോയി തള്ള. പെപ്പർ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരി ചത്തൊന്നും പോകില്ല കേട്ടോ. കുറച്ചു നേരം ഇങ്ങനെ മന്ദിച്ചങ്ങനെ നിൽക്കും എന്നുള്ളേ ഉള്ളൂ. ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കളക്ട് ചെയ്യാം. അല്ലാതെ പുള്ളിക്കാരി ഒരുപാട് നേരത്തേക്കൊന്നും പോകുന്നില്ല. പിന്നെ നമുക്ക് യൂസ് ഉള്ള മെയിൻ ആയിട്ടുള്ള മറ്റേ ആ ഫ്രീസ് ചെയ്യുന്ന ഒരു ഐറ്റം, അത് മേളിൽ കിടപ്പുണ്ട്. നമുക്ക് അത് കളക്ട് ചെയ്തോണ്ട് വരാം. അത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ, സീരിയസ്ലി പറയാണ്. ഈ സാധനം ഇത് നമ്മൾ ഇതിനകത്ത് പെടരുത്. നമ്മൾ ഇതിനകത്ത് പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര വള്ളിയാണ്. കാരണം അത് നമ്മൾ ഇതിനകത്ത് ഉണ്ടോ ഇതുപോലെ വന്നിട്ട് നമ്മൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ ഫ്രീസ് ആയിട്ട് അവിടെ നിൽക്കും. ആ സമയം കൊണ്ട് നമ്മളൊന്നും. സോ അത് ഗ്രാനീനെ മാത്രമല്ല അഫക്ട് ചെയ്യുന്നത്, നമ്മളെ പിടിക്കുന്ന ഒരു സാധനമാണ്. ഈ ചെയിൻ കട്ടറിന്റെ യൂസ് എവിടെയാണെന്ന് നമുക്ക് തപ്പാം. ചെയിൻ എവിടെയാണുള്ളത്? ചെയിൻ
കട്ട് ചെയ്ത് മാറ്റാനുള്ള ഐറ്റംസ് എവിടെയാണുള്ളത്? കട്ട് ചെയ്ത് മാറ്റാനുള്ള താഴെയാണോ? നോക്കട്ടെ. ചെയിന് നമ്മൾ എവിടെയെങ്കിലും ചെയിൻ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ ഗൈസ്? ഇല്ല. നമ്മൾ എവിടെയാണ് ചെയിൻ? നമുക്ക് തപ്പി നോക്കാം ചെയിനിൻ്റെ യൂസ്. എനിക്ക് തോന്നുന്ന ടോപ്പിൽ എവിടെയെങ്കിലും ആണോ എന്നൊരു ഡൗട്ടുണ്ട്. നമുക്ക് നോക്കാം. ചെയിനിൻ്റെ യൂസ് എവിടെയാണ്? ചെയിൻ എവിടെയാണോ? ഇവിടെയൊക്കെ എന്ത് യൂസ്? ചെയിനിൻ്റെ ഒന്നും ഒരു യൂസും ഇല്ലല്ലോ. അപ്പോൾ ഇത് ഇവിടത്തേക്കുള്ളതല്ല കേട്ടോ, വേറെ ഏതോ ഒരു പോർഷനിലേക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. സോ നമുക്ക് നമ്മുടെ സ്റ്റോറി എണ്ണടുത്ത് തന്നെ വേണ്ടി വെക്കാം, ആവശ്യം വരുമ്പോൾ എടുക്കാം. ഓക്കെ. സോ നമുക്ക് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഷോട്ട് ഗണ്ണ് തപ്പണം. ഷോട്ട് ഗണ്ണ് കൊണ്ട് നമുക്ക് വേറൊരു ഗുണമുണ്ട്. നമുക്ക് ഗ്രാനിയുടെ ഹൗസിൻ്റെ ടോപ്പിലൊരു റൂമുണ്ട്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അവിടെ ഒരു ഷോട്ട് ഗണ്ണിൻ്റെ ഒരു യൂസ് ഉണ്ട്, നമുക്കൊന്ന് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഷോട്ട് ഗണ്ണ് മേളിലെങ്ങാണ്ടാണ്, നോക്കാം. ഷോട്ട് ഗൺ എവിടെയായിരുന്നു? നമ്മൾ ടോപ്പിൽ കൊണ്ടുവരും അല്ലേ? യെസ്, ഐ തിങ്ക് മേളിലാണ്. ഇവിടെ എങ്ങാണ്ട് ഷോട്ട് ഗൺ എവിടെ വെച്ചാൽ ഇതല്ലേ ഇരിക്കും. ഇതിന്റെ ബുള്ളറ്റ് കണ്ടു. ബുള്ളറ്റ് എവിടുന്ന? ബുള്ളറ്റ് കിട്ടിയിട്ടുണ്ട്. ഗൈസ്, ഇത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ കാര്യം ഇച്ചിരി റിസ്ക് ഉള്ളതാണ്. കാരണം സ്പെഷ്യൽ കീ ആവശ്യമാണ് ഗൈസ്. സ്പെഷ്യൽ കീ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ അത് ഓപ്പൺ ചെയ്യാനായിട്ട്. സ്പെഷ്യൽ കീ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് തോന്നുന്നു. സോ തൽക്കാലം നമുക്ക് ഷോട്ട് ഗണ്ണ് ടോപ്പ് ചെയ്യാം. അമ്മച്ച കയറി വരട്ടെ, കയറി വന്നിട്ട് പോട്ടെ, എന്നിട്ട് നമുക്ക് പതിയെ ഇറങ്ങാം. തള്ള കണ്ടില്ല. നമ്മൾ മറിച്ചിട്ട സാധനമൊക്കെ നേരെ എടുത്ത് വെച്ചിട്ട് പോയിട്ടുണ്ട്. നല്ല കൃത്യനിഷ്ഠയുള്ള ആളാണ് എല്ലാ കാര്യങ്ങളിലും. നല്ല അച്ചടക്കമൊക്കെ ഉണ്ട് അമ്മച്ചിക്ക്. മറിച്ചിട്ടവരെ നേരെ എടുത്ത് വെച്ചിട്ട് പോയിട്ടുണ്ട്. സോ നമുക്ക് അമ്മച്ചി താഴെയും കൊണ്ട് ഈ ബിയർ ട്രാപ്പ് സെറ്റ് ചെയ്തു. സോ നമുക്ക് അതിലേ ഇറങ്ങുന്നത് ഭയങ്കര റിസ്ക്കാണ്. നമുക്ക് ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് ഇതിലേപ്പോൾ. ഇവിടെ ഒരു പെയിൻറ്റിങ്ങും ഉണ്ട്. അമ്മച്ചി ഇവിടെ വരുമ്പോഴേക്കും നമുക്ക് പതിയെ താഴെയിറങ്ങാം. ഓക്കെ. സോ നമുക്ക് സ്പെഷ്യൽ കീ കണ്ടുപിടിക്കണം. സ്പെഷ്യൽ കീ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. നമുക്ക് നോക്കാം സ്പെഷ്യൽ കീ ഇതിൻ്റെ കൂടെ ഉണ്ടോ എന്ന് നോക്കാം. സ്പെഷ്യൽ കീ എവിടാണ്? സ്പെഷ്യൽ കീ ഒന്നുമില്ല ഗൈസ്. സോ സ്പെഷ്യൽ കീ നമുക്ക് കളക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. എവിടെയാണെന്നുള്ളത് എനിക്ക് തോന്നുന്നു ടോപ്പിൽ എവിടെയെങ്കിലും കാണാനാണ് ചാൻസ്. കിച്ചണിൽ എവിടെയെങ്കിലും, അല്ലെങ്കിൽ ഇവിടെയാണോ നമ്മൾ നോക്കട്ടെ. ഓക്കെ, ഇവിടെ ഒന്നും ഇല്ല. അപ്പോൾ ടോപ്പിൽ കിച്ചണിൻ്റെ അവിടെയാണ് കാണാൻ ചാൻസ് ഉള്ളത്. നമുക്ക് കിച്ചണിൻ്റെ അവിടെ പോയി നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്പെഷ്യൽ. ഓക്കെ, കിട്ടി. ഈ ഫ്രണ്ടിൽ ഓരോ സാധനങ്ങൾ വന്നിട്ട് തട്ടി നിൽക്കുകയാണ് വീട്ടിൽ. അതാണ് ഈ പറ്റണത്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റും ഇടയ്ക്ക്. ഡേ നമ്പർ 4 ആണ് എനിക്ക് തോന്നുന്നു. നമ്മൾ പസിലിൻ്റെ കുറേ പസിൽസ് കളക്ട് ചെയ്തിട്ടുണ്ട്.
ആ പസിൽസൊക്കെ നമ്മൾ ഒരുമിച്ചാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൂടെ എക്സ്ട്രാ കിട്ടും. അങ്ങനെ എന്തുകൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് സ്പെഷ്യൽ കീ ആണ് നമുക്ക് നമ്മൾ മേളിൽ കൊണ്ട് വെള്ളയുടെ സ്ഥിരം സാധനം ഞാൻ ഓർത്ത് തീർന്നെന്ന്. അമ്മച്ചി കയറി വരുന്നുണ്ട്. കയറി വന്നിട്ട് പോട്ടെ, എന്നിട്ട് നമുക്ക് പതിയെ കളക്ട് ചെയ്യാം. ഇത് സക്സസ് ആവുമെന്ന് അറിയില്ല ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിലെ ഷോർട്ട് ഗൺ കൊണ്ടുള്ളൊരു യൂസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ കളക്ട് ചെയ്ത സ്പെഷ്യൽ കീ അപ്പോൾ താഴെ പോയി. എവിടെ വെച്ചാ നമ്മളെ ഗ്രാനി പിടിച്ചത്? അവിടെയാണ് സ്പെഷ്യൽ കീ കിടക്കുന്നത്. അമ്മച്ചി ഇവിടെയും കൊണ്ടുപോയിട്ടേക്കാണ്. ഒരു രക്ഷയില്ല. ബിയർ ട്രാപ്പിന്റെ കച്ചവടം ഉണ്ടോ പുള്ളികൾ? ഇഷ്ടം പോലെയാണ് അവിടെ ഇവിടെ എല്ലാം. നമുക്ക് പെട്ടെന്ന് പോയി സ്പെഷ്യൽ കീ എടുക്കാം. സ്പെഷ്യൽ കീ എടുത്തിട്ട് നമുക്ക് ബാക്കി സംഭവം സെറ്റ് ചെയ്യാം. സ്പെഷ്യൽ കീ എവിടെ പോയടേ? നമുക്കൊരു കാര്യം ചെയ്യാം. അമ്മച്ചിനെ കൊണ്ട് സഹിക്കാൻ മേലാത്തത് കൊണ്ട് നമുക്ക് അമ്മച്ചിക്ക് ഇട്ടൊരു പണി കൊടുക്കാം. ഇത്ര നേരം മര്യാദയ്ക്ക് നിൽക്കാമെന്ന് വിചാരിച്ചാണ്. അന്നേരം അമ്മച്ചിക്ക് ഒരു രക്ഷയില്ല. എന്നാൽ പിന്നെ നമുക്ക് ചെറിയൊരു പണി കൊടുക്കാം. നമ്മുടെ മെയിൻ ടൂൾ എടുക്കാം. നമുക്ക് ഫ്രീസ് ട്രംപ് എടുക്കാം. കുറച്ച് നേരം ഫ്രീസായിട്ട് നിൽക്കട്ടെ. എവിടെ എവിടെ തള്ള എവിടെ? Where are you? ഓ ഓക്കെ 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 ഓക്കെ, പുള്ളിക്കാരി അത് കയറിയില്ല. നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യണം. അത് വല്ലാത്തൊരു ഇതായിപ്പോയി. ദ ലാസ്റ്റ് ഡേ. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡേ ആണെന്ന് പറയണുണ്ട്. നമ്മൾ ആ പസില് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. സോ നമുക്ക് സർവൈവലിനുള്ള ചാൻസ് വളരെ കുറഞ്ഞിരിക്കുകയാണ്. ഒരു ദിവസം മാത്രമാണ് നമുക്കിനി ഉള്ളത്. ആ ഒരു ദിവസം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യം തീരുമാനമാവും ഗൈസ്. ഓ ദേ തള്ള വരും. അതായത് നമുക്ക് ആ ഫ്രീ സ്റ്റാഫ് എങ്ങനെയെങ്കിലും പുള്ളിക്കാരന് നേരെ യൂസ് ആക്കാൻ പറ്റണം. നമുക്കൊന്ന് നോക്കാം, ഇതിലെ ഒന്ന് കറക്കി വിട്ട് നോക്കാം പുള്ളിക്കാരിനെ. ഓക്കെ ഓക്കെ, അതിലെ വാ. ആ ഓക്കെ, എന്തടി വരണില്ലേ നീ? അമ്മച്ചി അവിടെ ഫ്രീസ് ആയിട്ട് നിൽക്കുന്നു. ഇത് തുറക്കണം. സ്പൈഡർ കീ എവിടെ നിന്ന് കണ്ടുപിടിക്കും? അതാണ് എൻ്റെ ഡൗട്ട്. സ്പൈഡർ കീ എവിടെ നിന്ന് കണ്ടുപിടിക്കണേ? ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇത് നീക്കാൻ വല്ലതും പറ്റുമോ? അമ്മച്ചി പിന്നെ ബാക്ക് ഓൺ ട്രാക്ക് ആയെന്ന് തോന്നുന്നു ഗൈസ്. ഇന്ന് ഈ ബുക്ക് നമുക്ക് നേരെ കൊണ്ടുവെക്കാം. എന്തിനടാ ഒരു ബുക്ക് എടുക്കണം? ഇത്ര സൗണ്ട്. ഇന്നത്തെ കുറെ ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് നോയ്സ് ഒക്കെ ഉണ്ട്. അമ്മച്ചി വരാൻ സമയമായിട്ടുണ്ട് ഗൈസ്. തള്ള ഇപ്പൊ കെട്ടിയെടുക്കും കേട്ടോ അങ്ങോട്ട്. ദേ പോണു. എണീറ്റ്. ഇനി വലിയ ശല്യവാ. നമുക്ക് നമ്മുടെ ഫ്രീ സ്ട്രാപ്പ് എടുക്കാം. അത് മാത്രം പുള്ളിക്കാരിനെ പണി കൊടുക്കാൻ ഒരു രക്ഷയുള്ളൂ കേട്ടോ. ബാക്കി എല്ലാത്തിനും ഇത്ര ലൈഫെന്ന് പറഞ്ഞിട്ടത്.
കുഴപ്പമില്ല, നമുക്ക് പതിയെ കറക്കാം. ഇതിങ്ങനെ കിടക്കണം. അതുണ്ടോ, തലയൊക്കെ അറ്റുപോയി. പക്ഷെ പുള്ളിക്കാരി പിടിക്കും കേട്ടാ. ഇങ്ങനെ കിടന്നാലും നമ്മൾ അതിന്റെ മേളിൽ കൂടെ കയറി കഴിഞ്ഞാൽ ഗ്രാനി വന്ന് പിടിക്കും നമ്മളെ. ഗയ്സ്, എന്തോ ഒരു സാധനം താഴെ വീണില്ലേ? നിങ്ങൾ അതിന്റെ ഒച്ച കേട്ടാ? ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? എന്തൊരു കീ വീഴണ പോലെ ഒരു സാധനം. എനിക്ക് ഒന്ന് ടോപ്പില് നോക്കട്ടെ, മേളിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. ഓക്കെ, സ്പൈഡർ കീ കിട്ടിയിട്ടുണ്ട്. സ്പൈഡർ കീ എവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. നമുക്ക് നേരെ പോയി അവിടെ യൂസ് ചെയ്യാം. കാരണം ഇനി ഒരു സെക്കൻഡ് പോലും നമുക്ക് താമസിപ്പിക്കാനില്ല. നമ്മുടെ ഗ്രാനി അമ്മച്ചി എപ്പോൾ വേണേലും ഓക്കെ എവിടെ യൂസ് ചെയ്യാനുള്ള കൊള്ളാം കേട്ടാ. ഇതൊരു അണ്ടർ വാട്ടർ ടണലാണ് അവിടെ. ഗൈസ്, എനിക്ക് തോന്നുന്നു ഇത് ഷോട്ട് ഗൺ ഉപയോഗിച്ച് നമ്മൾ കയറണ്ടായിരുന്നു. കാരണം ഇത് പണി കിട്ടും. ഇത് ഷോട്ട് ഗൺ ഉപയോഗിച്ച് കയറേണ്ട സ്ഥലമാണ്. കാരണം ഇതിനകത്ത് നമ്മുടെ ഗ്രാനിയമ്മച്ചി, അത് തന്നെ നമ്മുടെ ഗ്രാനിയമ്മച്ചിയുടെ പെറ്റുണ്ട് ഗൈസ് ഇതിനകത്ത്. ഇതിന്റെ മോനെ തീർന്നു. ദേ തള്ളയും വന്നു ഇവിടെ. ഗൈസ്, അതിന്റെ കൈ പെട്ട് കഴിഞ്ഞോണ്ടല്ലോ, സീരിയസ്ലി പറയാണ്, നമ്മുടെ ലൈഫ് തീർന്നു. ഗ്രാനീനേക്കാളും ശരണം കെട്ടതാണ് ഗ്രാനിയുടെ പെറ്റ്. സോ തള്ള പോയെന്ന് തോന്നുന്നു. പോയി. അതിനകത്തോട്ടേ ഉടനെ ഒന്നും നമ്മൾ അതിനകത്തോട്ട് കയറണ്ട. എൻ്റെ ഒരു സജഷനാണത്. ഐ മീൻ, നിങ്ങളുടെ നമ്മളിപ്പോൾ ഉടനെ അതിനകത്തോട്ട് കയറേണ്ട കാര്യമില്ല. ഈ വീലിൻ്റെ ഒക്കെ യൂസ് എവിടെയെങ്കിലും വരും നമുക്ക്. അപ്പം അതുവരെ നമുക്കത് ഇപ്പം തൽക്കാലത്തേക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് നേരെ പോയി നമ്മുടെ ഫ്രീസ് ട്രാപ്പ് ഒന്നുകൂടെ യൂസ് ആക്കാം. ഗ്രാനീനെ ഇങ്ങനെ അങ്ങ് എണീപ്പിച്ച് നടത്താൻ കൊള്ളുന്ന ഒരാളുണ്ട്. ഗ്രാനി എണീറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരുപാട് വള്ളിക്കെട്ടുകളുണ്ട്. സോ തള്ളേനെ എണീപ്പിക്കുന്നത് അത്ര നല്ല ബുദ്ധിയല്ല. സ്പൈഡർ കീ മറ്റേ അമ്മച്ചിയുടെ നിന്നാണ് കേട്ടോ വന്ന്. ഓടി നമ്മളിതുവരെ പെപ്പർ സ്പ്രേ ഉപയോഗിച്ചില്ല അല്ലേ ഗ്രാനിയുടെ? നെഞ്ചത്തോടെ കയറിയില്ലേ? ചേടാ, നമ്മൾ ഇടുന്ന ലൊക്കേഷൻ തെറ്റാണ് കേട്ടോ. അത് ഇച്ചിരി പ്രശ്നമാണ് ആ ലൊക്കേഷൻ. ഓക്കെ, ഇപ്രാവശ്യം കയറുമോ നോക്കാം അമ്മച്ചി. യെസ്, എനിക്കെന്തോ ആ ഒരു ഐറ്റം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് പ്രത്യേക ലൈഫും കാര്യങ്ങളൊന്നുമില്ല. അത് പ്രത്യേകിച്ച് ഇത്ര തവണ യൂസ് ചെയ്ത് കഴിയുമ്പോൾ പോകും അങ്ങനെയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. സോ പുള്ളിക്കാരി ബോധം കെട്ട് വീണിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് പോയി നമ്മുടെ മേളിൽ കുറച്ച് പരിപാടിയുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഒരു സ്പൈഡറിനെ കണ്ടില്ലേ നമ്മൾ താഴെ വെച്ച്? ആ സ്പൈഡർ അല്ലാന്ന് തോന്നുന്നു. അതുപോലെ വേറൊരു സ്പൈഡറോട് ഉണ്ട്. പുള്ളിക്കാരിക്ക് ഇതൊരു മൃഗശാലയും കൂടെയാണ് സത്യം പറഞ്ഞാൽ. ബിക്കോസ് ഇതിനകത്തൊരുത്തനുണ്ട്, അവനെ കൊണ്ട് വലിയ വള്ളിക്കെട്ടാണ്. സീരിയസ്ലി ഞാൻ പറയാണ്. ഓക്കെ, അവനെ അടച്ചിട്ടുണ്ട് തൽക്കാലത്തേക്ക്.
വ്രഞ്ച്. ഓക്കെ, വ്രഞ്ചിൻ്റെ ഉപയോഗം നമുക്ക് ഉണ്ട് 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 ശരിയാണ്. ഫ്രഞ്ച് എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കാർ പാർട്സ് നമ്മൾ കളക്ട് ചെയ്തിട്ടില്ലേ, ആ കാർ പാർട്സിൻ്റെ സംഭവങ്ങൾ സെറ്റ് ചെയ്യാനായിട്ടാണ് ഫ്രഞ്ച് യൂസ് ചെയ്യണത് കേട്ടോ. പിന്നെ ഹാമർ വേണം കേട്ടോ, അത് ഒരു വലിയ വള്ളിയാണ് ഹാമർ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. ഓ തള്ള എണീറ്റ് ഇനി മനസ്സമാനം തരികയില്ല. എന്തടാ എണീക്കടാ, എന്തടാ ഇത്ര താമസം, എണീറ്റ് ഓർഡറാ. ഓക്കെ, ഫ്രഞ്ച് താഴെയാണ്. ഫ്രഞ്ചിൻ്റെ ഉപയോഗം താഴെ വരുന്നുണ്ട്. സോ ഫ്രഞ്ചിൻ്റെ ഉപയോഗം വരുന്നതിന് മുന്നേ നമുക്ക് ബസ്സിൽ എത്രണ്ണം കളക്ട് ചെയ്ത് നമ്മൾ 2 കളക്ട് ചെയ്തുള്ളൂ അല്ലേ. സോ നമുക്ക് നമ്മുടെ ഡേയ്സ് കൂട്ടി കിട്ടണമെങ്കിൽ ബസ്സിൽ ഫുള്ള് കളക്ട് ചെയ്ത് അതിൽ സെറ്റ് ചെയ്യണം കേട്ടോ. 2 ഇനി 2 പസിലൂടെ നമ്മൾ കളക്ട് ചെയ്യണം കേട്ടോ. അത് എവിടെയൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കും. ഗ്രാനിയമ്മച്ചീനെ ഇത് ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല. ഗ്രാനിയമ്മച്ചീനെ നമ്മൾ ഒരു തരത്തിലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. തള്ള തന്നെ വന്നതിൽ മറ്റേ അതിൽ കയറുവാണെങ്കിൽ നമുക്ക് ഗുണമുണ്ടായിരുന്നു. ഈ പുള്ളിക്കാരി എങ്ങനെ ഈ സെക്കൻഡുകൾ കൊണ്ട് താഴേന്ന് മേളിൽ വരും, മേളിൽ താഴെ വരും, എന്തോ ഒരു ഉടായ്പുണ്ട് കേട്ടോ. ഇവിടെ ഒരു പീസ് ഇനി ഒരേ ഒരു പാർട്ട് കൂടെ കിട്ടിയാൽ മതി നമുക്ക്. പെയിന്റിങ്ങിന്റെ ഒറ്റ പാർട്ട് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൂടെ എക്സ്ട്രാ കിട്ടും. അതെവിടെയാണെന്നുള്ളത് തപ്പാം നമുക്ക്. ഒറ്റ പാർട്ട് കൂടെ. ഓക്കെ, ഇത് ഡോറിന്റെ കോഡാണ്. ഇതെന്തൊരു ഓക്കെ 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 ഇതാണ് നമ്മുടെ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ പെയിന്റിങ്. ഓക്കെ, ഇവിടെ നമ്മളെ ഫ്രീസ് ആവണ ഐറ്റം ഉണ്ട് കേട്ടോ. അതിൻ്റെ നെഞ്ചത്തൂടെ കയറാതെ വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. പുള്ളിക്കാരിനെ അതിൻ്റെ നെഞ്ചത്തൂടെ കയറ്റാനും നോക്കണം. എടാ അത് ഇതിൽ കയറിയില്ലടാ, അത് സെൻട്രലൈസ്ഡ് ആയിട്ടല്ല ഇരിക്കണം, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ ഒന്ന് കറങ്ങി വന്ന് നോക്കാം പുള്ളിക്കാരി വരുമെന്നില്ല എന്നുള്ളത്. ഇല്ല ഇല്ല ഇല്ല, അത് സെൻട്രലൈസ്ഡ് ആക്കണം, എന്നാലേ കാര്യമുള്ളൂ ഗൈസ്. സെൻട്രലായിട്ട് അലൈൻ ചെയ്യാം. ഓക്കെ, അമ്മച്ചി അവിടെ കിടക്കൂ. ഇത് കൊള്ളാം കേട്ടോ, ഇത് ഭയങ്കര അടിപൊളി സാധനം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഗ്രാനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്രൈസ് ആക്കിക്കൊണ്ടിരിക്കാം നമുക്ക്. അപ്പോൾ ഗ്രാനിയുടെ ശല്യം നമുക്ക് പിന്നെ സഹിക്കണ്ട. യെസ്, ദാറ്റ്സ് വെരി ഗുഡ്. സോ നമ്മൾ എല്ലാ സാധനവും കളക്ട് ചെയ്തു. ഓക്കെ, ഗ്രാനി ഹാസ് റിവാർഡഡ് യു വിത്ത് എ ബോണസ് ഡേ ഉണ്ടാവും. അപ്പം നമുക്ക് ഒരു ദിവസം കൂടെ അമ്മച്ചിയുടെ വീട്ടിൽ കഴിയാൻ പറ്റും കേട്ടോ. ഒരു ദിവസം കൂടെ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ദേ പൊട്ടിത്തെറിച്ചൊക്കെ പോയി. ഇനി നമുക്ക് എന്തൊക്കെയോ സാധനങ്ങൾ കളക്ട് ചെയ്യാനുണ്ട് ഗൈസ്. ടോപ്പിൽ ഇനി എന്താ ഉള്ളത് നോക്കാം നമുക്ക്. ഈ ഓവനകത്ത് എന്തെങ്കിലും ഉണ്ടോ, കാണുമോ? ഒന്നുമില്ല. എന്തിനാ ഇത് അടച്ചു വെച്ചിരിക്കുന്നത്? എന്ത് കാര്യത്തിന് അടച്ചു വെച്ചിരിക്കുന്നു? ഓക്കെ, പാഡ്ലോക്ക് കീ ഓൾറെഡി നമ്മുടെ താഴെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റസ്റ്റിയാണ്. നമുക്ക് റസ്റ്റി പാഡ്ലോക്ക് കീ ആണുള്ളത്. അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ നമുക്ക് അതിനുള്ള എന്തെങ്കിലും ഒരു മെത്തേഡ് കണ്ടുപിടിക്കണം. അതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളെ പതിയെ ഓരോന്നായിട്ട് അസംബിൾ ചെയ്യാൻ തുടങ്ങും.
ഇത് കാറിൻ്റെ എൻജിൻ പാർട്ടാണ്. സോ എൻജിൻ പാർട്ട് നമുക്ക് ഫസ്റ്റ് ആഡ് ചെയ്യാം. സോ നെക്സ്റ്റ് എൻജിൻ പാർട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് വേണ്ടത് ഫ്രഞ്ചാണ്. ഫ്രഞ്ച് ഉപയോഗിച്ച് നമ്മൾ അടുത്തായി നമ്മൾ ബാറ്ററി മേളിൽ നിന്ന് കളക്ട് ചെയ്തില്ലാന്ന് തോന്നുന്നു അല്ലേ? സോ അത് നമുക്ക് കളക്ട് ചെയ്യാം കാറിൻ്റെ. ഓക്കെ, എൻജിൻ പാർട്ട് അസംബിൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയി നമ്മുടെ ബാറ്ററി ആഡ് ചെയ്യണം അതിനകത്ത്. സോ ബാറ്ററി ആഡ് ചെയ്യാൻ പോകുന്ന കൂട്ടത്തിൽ നമുക്ക് ആ ഡോറിൻ്റെ ബാറ്ററി കൂടെ അതിൽ അമ്മച്ചി ഏതൊക്കെയോ ഡോറുകൾ തുറക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് കാറിൻ്റെ ബാറ്ററി കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരെ കൊണ്ടുപോയി നമ്മുടെ കാറിലോട്ട് കണക്ട് ചെയ്യാം. അമ്മച്ചിയുടെ നേരെ ഫ്രീസ് ട്രാപ്പ് ഉപയോഗിക്കേണ്ട സമയമായി കേട്ടോ. പിന്നെ കാരണം പുള്ളിക്കാരി എണീറ്റ് വന്നു കഴിഞ്ഞാൽ വള്ളിയാണ്. ഇതെന്തൊരു സ്പാർക്ക് പ്ലഗ് വേണം അല്ലേ? ഓക്കെ, സ്പാർക്ക് പ്ലഗ് നമ്മൾ ഓൾറെഡി കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വണ്ടിയുടെ കീയോടെ കിട്ടിയാൽ നമുക്ക് രക്ഷപ്പെടാൻ കേട്ടോ. കാരണം വണ്ടിയുടെ അസംബ്ലി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. കാറിൻ്റെ കീയോടെ കിട്ടിയാൽ നമുക്ക് ഗ്രാനിയുടെ ഹൗസിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റും. ഗ്യാസോലിൻ, ഓൾ റൈറ്റ്. ഗ്യാസോലിൻ, കാർ കീ, 2 ഐറ്റംസ് ആണ് നമുക്കിനി ആവശ്യമുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അസംബിൾ ചെയ്യാനുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്യാസോലിൻ ഇവിടെ ഉണ്ട് ഗൈസ്, പക്ഷെ നമുക്ക് കാർ കീ കിട്ടിയിട്ടേ ഗ്യാസോലിൻ കൊണ്ട് യൂസ് ഉള്ളൂ. ഇതൊക്കെ എന്തിനുള്ളതാണ്? ഈ കോക്ക് വീലൊക്കെ താഴെ എന്തെങ്കിലും യൂസ് ആയിരിക്കും അല്ലേ? ചെയിൻ കട്ടർ, ഇതിൻ്റെയൊക്കെ യൂസ് താഴെ വരണമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നമുക്ക് നമ്മുടെ ഷോട്ട് ഗണ്ണ് പോയി എടുത്തുകൊണ്ട് വരാം. എന്തെന്ന് വെച്ചാൽ നമുക്ക് അണ്ടർ വാട്ടർ ടണലിലോട്ട് പോകാനുണ്ട്. അണ്ടർ വാട്ടർ ടണലിനകത്തൊന്നും നമുക്ക് ഒരുപാട് മറ്റേ ചീവിനെ കൊല്ലണം. ഓക്കെ, നമ്മൾ നമ്മുടെ ഷോട്ട് ഗണ്ണ് നമ്മൾ ടോപ്പിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം കൊണ്ട് ഈ തള്ളേനൊക്കെ ഒരു വള്ളിയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, മറ്റേ ഫ്രീസ് ചെയ്യണ സാധനം ഗ്രാനിയുടെ നേരെ ഉപയോഗിക്കാം. അതർവൈസ് ഗ്രാനി അമ്മച്ചിയെ സമ്മതിക്കൂല. ഓ, ഗ്രാനിക്ക് ബുദ്ധി വെച്ച് ഗൈസ്, ഗ്രാനിക്ക് ബുദ്ധി വെച്ച് അതിനകത്തുനിന്ന് പെടാതെ പുള്ളിക്കാരി നൈസായിട്ട് അപ്പുറത്ത് വഴി കയറി പോയി കേട്ടാ. പുള്ളിക്കാരി അതിനകത്ത് പെടുന്നില്ല, അതൊരു വലിയ പ്രശ്നമാണ്. അത് അലൈൻ ചെയ്യാം. നമുക്ക്
അതിൻ്റെ നെഞ്ചത്തോടെ പുള്ളിക്കാരിനെ കയറ്റണം ഗൈസ്. സോ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു രീതിയിൽ നിൽക്കാം. പുള്ളിക്കാരി നമ്മുടെ നേരെ വരുന്നപ്പോഴേക്ക് അതിലോട്ട് കയറാവുന്ന പോലെ നമുക്ക് ഒന്ന് അലൈൻ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ആ റിസ്ക് എടുക്കേണ്ട കാര്യമില്ലായിരുന്നു. ബോണസ് ഡേ ആണ് ആൻഡ് ദ ലാസ്റ്റ് ഫൈനൽ ഡേ ആണ്. കാർ കീയോടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സംഭവം സെറ്റായിരുന്നു. പക്ഷേ കാർ കീ കിട്ടുന്നതിന് മുമ്പേ നമ്മളെ കൊല്ലുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം കാർ കീയോടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഹൗസിൽ നിന്ന് എസ്കേപ്പ് ആവും. കള്ള എവിടെയോ ഉണ്ട് കേട്ടാ. അത് സെൻട്രൽ അലൈൻഡ് ആയിട്ടല്ല ഗൈസ് വീഴുന്നത്. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അത് സെൻട്രൽ അലൈൻ ആയിട്ട് വീഴണം. എന്നാൽ മാത്രമേ നമുക്കത് ഗ്രാനിയെ ട്രാപ്പ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വൈ ഇതെന്താണ് സെൻട്രൽ അലൈൻഡ് ആവാത്തത്? കണ്ടാ, സെൻട്രൽ അലൈൻഡ് ആയിട്ട് വീഴുന്നില്ല. നമ്മൾ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് ആ ഒരു പോർഷനിലാണ് അത് വീഴുന്നത്. ഓക്കെ, അപ്പം നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് കയറിയിട്ട് വേണം അത് സെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ 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 ഗൈസ്, നമ്മൾ ഇനി ഷോട്ട് ഗൺ എടുക്കാൻ പോവാം. നമുക്ക് ഷോട്ട് ഗൺ എടുക്കാൻ പോയിട്ട് വേണം നമുക്ക് ആ അണ്ടർ വാട്ടർ ടണലിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതിനകത്ത് ഒരു ജീവി ഉണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയപ്പോൾ കണ്ടതുപോലെ തന്നെ. അതിന് മുന്നേ ഹാമർ എവിടുന്ന് കണ്ടുപിടിക്കും? ഹാമർ ഒരു ഇഷ്യൂ ആണ് കേട്ടോ. ഹാമർ വേണം, ഹാമർ. ഇതിനകത്ത് നമ്മുടെ ഗ്രാനിയുടെ പെറ്റുണ്ട്. സോ വാട്ട് എവർ, നമുക്കതൊന്നും അറിയണ്ട. നമുക്ക് അറിയേണ്ട കാര്യം ഇതൊന്നുമല്ല. ഓഹ്, അവിടുന്ന് വീഴുമ്പോൾ അവനങ്ങ് വയ്യാണ്ടാവുക. നല്ല ഹൈറ്റിൽ നിന്നല്ലേ വീഴും. സോ നമ്മൾ നേരെ നമ്മുടെ അണ്ടർ വാട്ടർ ടണലിലോട്ട് പോവാണ്. ഇതിനകത്തൊന്നും പോയി ചാടരുത്, പണി കിട്ടും. ഓക്കെ, ഇത് ഭയങ്കര വള്ളിയാണ് കേട്ടാ. ഇത് ഭയങ്കര വള്ളി എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ആണ്. കാരണം ഗ്രാനിയുടെ ആ പെറ്റുണ്ടല്ലോ, അത് ഭയങ്കര വിഷയമാണ്. അവൻ പിടിച്ചു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ഒരു എസ്കേപ്പ് ഏരിയ ഉണ്ട്. അതിലെ പോയില്ലേ ഉണ്ടല്ലോ, ഇത് നമ്മളെ പിടിച്ച് തിന്നില്ല. ഒരു എന്റെ പൊന്നെ, ആ സാമാനം കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ. അത് ഗ്രാനിയുടെ ചാരനാണത്. ഗ്രാനിയെ നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ ആ സാധനം നമ്മളെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാനി വരും. ഗ്രാനി നമുക്ക് പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഗ്രാനി തള്ള എണീക്കേണ്ട സമയമായിട്ടുണ്ട് കേട്ടാ. ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഐസ് ഡ്രോപ്പ് എടുക്കുക, വെക്കുക. ഓക്കെ, ഉള്ള പിന്നെ ഒരു മിനിറ്റ്. അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നണം കേട്ടാ. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഐസ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. അത്
സീരിയസ്ലി പറയാണ്, നമുക്കത് ഒരുപാട് യൂസ്ഫുൾ ആണ്. ഇപ്പൊ ഗ്രാനി ഇതേ പൊട്ടിത്തെറിച്ച് പീസുകളായി പോകും. സോ വാട്ട് നമുക്ക് നമ്മുടെ പരിപാടി നടക്കാം. ഗൈസ്, ഇനി കളക്ട് ചെയ്യാനുള്ള ഐറ്റംസും നമ്മുടെ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള താക്കോലും എല്ലാം ഇതിൻ്റെ അടിയിലാണ് ആവാൻ ചാൻസ് ഉള്ളത്. പക്ഷേ ഇതിൻ്റെ അടി പോകുന്നത് അൾട്ടിമേറ്റ് ലെവൽ റിസ്ക് ആണ്. കാരണം ആ ഗ്രാനിയുടെ പെറ്റെന്ന് പറയുന്നത് സീരിയസ്ലി അത് ഭയങ്കര ടെററായിട്ടുള്ളൊരു സാധനമാണ്. നമ്മളെ വല്ലാണ്ട് ടോർച്ചർ ചെയ്യുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. പക്ഷെ അവൻ്റെ ഫ്രണ്ടിൽ കൂടെ അല്ലാതെ നമുക്ക് പോകാനും പറ്റില്ല. കൊച്ചൊന്നും ഉണ്ടാക്കാതെ വേണം. It was at this moment Jackson knew he fucked up. Oh my god! Oh! Are they not recording? Are you recording? ഐ എം റിയലി സോറി ഗൈസ്, എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഗൈസ്, ഇത് വിചാരിച്ച പോലെ അല്ല കേട്ടോ. ഗ്രാനി വൻ സീനാണ്. നമ്മൾ പ്രതീക്ഷിക്കണ പോലെ അല്ല, വൻ സീനാണ്. ഗ്രാനി ഗെയിം നോർമൽ മോഡിൽ ഇട്ടിട്ട് പോലും നല്ല ടെററാണ് ജയിക്കാനായിട്ട്. സോ നമ്മൾ ജയിക്കുന്ന വരെ ട്രൈ ചെയ്യും. എന്ന് വെച്ച് ഞാനിത് അപ്ലോഡ് ചെയ്യാതിരിക്കില്ല വീഡിയോ. തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഇത് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഗ്രാനി ഗെയിം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും, എന്നിട്ട് മാത്രമേ നമ്മൾ അടുത്ത ഗെയിംസിലോട്ട് പോവുള്ളൂ. സോ സെക്കൻഡ് ട്രൈയിൽ നമ്മൾ ഫെയിലായിരിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിച്ച പോലെ പെട്ടെന്ന് കളിക്കാൻ പറ്റണില്ല സംഭവം. സോ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് അത് ചെയ്യാം, അടുത്ത പാർട്ടായിട്ട് ചെയ്യാം. സോ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഗെയിം പ്ലേ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിലേക്കൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ മറ്റൊരു വീഡിയോയുമായി കാണാം. ഇറ്റ്സ് മീ സ്ട്രേഞ്ച് സൈനിങ് ഔട്ട്.